നമസ്കാരം, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് സെപ്റ്റംബർ 8 തിങ്കളാഴ്ചയാണ്. വെള്ളിയാഴ്ച ക്ലോസ് ചെയ്യുന്ന ഇന്ത്യൻ വിപണി ചെറിയ നേട്ടത്തിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇന്നത്തെ പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യ ചൈന ബന്ധത്തിൽ ഓട്ടോ പ്രൊജക്ടുകൾക്കാണ് കൂടുതൽ ഗുണം ലഭിക്കാൻ സാധ്യതയുള്ളത് എന്ന് കാണുന്നു. ഇനി GSTയിൽ ഇപ്പോൾ വരുത്തിയിരിക്കുന്ന കുറവ് ഇടത്തരം ബൈക്കുകളുടെ ആവശ്യം വർദ്ധിപ്പിക്കുന്നു. ഈ ഇടത്തരം ബൈക്കുകൾക്ക് ഏകദേശം 10,000 രൂപയുടെയൊക്കെ കുറവാണ് വരുന്നത്. ഇനി ഗോൾഡ് പ്രൈസിലേക്ക് വരാം. 2025 ഇതുവരെ സ്വർണ്ണവിലയിൽ ഏകദേശം 40% വർധനമാണ് ഉണ്ടായിരിക്കുന്നത്. 25 വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന വരുമാനം കൂടിയാണിത്. വെള്ളിയുടെ വരുമാനത്തിലും 43.5% വർധനവാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 5 വർഷത്തിനിടയിലെ ഉയർന്ന നിരക്കാണിത്. ഇനി വെള്ളിയാഴ്ച ക്ലോസ് ചെയ്ത US മാർക്കറ്റുകളിലേക്ക്. US മാർക്കറ്റുകൾ ഇടിഞ്ഞാണ് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്യുന്നത്. ഓഗസ്റ്റിലെ തൊഴിൽ വളർച്ച വളരെ ദുർബലമായതാണ് ഇടിവിന് കാരണമായത്. അവിടെ ബാങ്ക് ഓഹരികളാണ് വെള്ളിയാഴ്ച ഏറ്റവും കൂടുതൽ ഇടിവ് രേഖപ്പെടുത്തിയത്. S&P 500 ബാങ്ക് സൂചിക ഏകദേശം 2.4% ഇടിഞ്ഞത്. US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനം നോക്കിക്കഴിഞ്ഞാൽ ഇൻഫോസിസ് 1.27% ഇടിഞ്ഞത്. ബാങ്കിങ് സൈഡിൽ ICICI ബാങ്ക് 0.66% ഇടിഞ്ഞു. HDFC ബാങ്ക് ഒരു മ്യൂട്ടഡ് അവസ്ഥയിൽ ക്ലോസ് ചെയ്തു. ഡോക്ടർ റെഡ്ഡി 1.34% നേട്ടത്തിലും ക്ലോസ് ചെയ്തു. ഇനി യൂറോപ്യൻ വിപണിയും വെള്ളിയാഴ്ച ഇടിഞ്ഞ് തന്നെയാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. മറ്റ് അസറ്റ് ക്ലാസുകളിലേക്ക് വന്നാൽ ബിറ്റ്കോയിൻ $110,000 ട്രേഡ് ചെയ്യുന്നത്. 0.7% നേട്ടത്തിലാണ്. ഓയിൽ പ്രൈസുകളിലേക്ക് വന്നാൽ ബ്രന്റ് ഫ്യൂച്ചേഴ്സ് ഇപ്പോൾ നല്ല നേട്ടത്തിലാണ്. 66.10 എന്ന നിലയിൽ 0.90% നേട്ടത്തിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. WTI ഫ്യൂച്ചേഴ്സും 0.94% നേട്ടത്തിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഇപ്പോൾ 6 മണി കഴിഞ്ഞ് 50 മിനിറ്റാണ് സമയം. ഇപ്പോൾ ട്രേഡിംഗ് ആരംഭിച്ചിരിക്കുന്ന US ഫ്യൂച്ചേഴ്സും നേട്ടത്തിൽ തന്നെയാണ്. ഇന്നത്തെ ടോപ്പ് ഹൈലൈറ്റ്സ് ആണ് നമ്മളിവിടെ ഷെയർ ചെയ്തിരിക്കുന്നത്. ഇനി നമ്മുടെ ഓണത്തിനോടനുബന്ധിച്ചിട്ടുള്ള ഓഫർ ഇപ്പോഴും തീർന്നിട്ടില്ല. ആർക്കെങ്കിലും നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യണമെങ്കിൽ 3 മാസത്തേക്ക് 55% ഡിസ്കൗണ്ടോടുകൂടി 1,299 രൂപയ്ക്ക് ഇപ്പോഴും നിങ്ങൾക്ക് ഞങ്ങളുടെ ഓഫർ അവൈൽ ചെയ്യാവുന്നതാണ്. ഇനി നമ്മുടെ ഈ വീഡിയോ ആരെങ്കിലും ലൈക്ക് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ മറ്റൊരു മുഖ്യമായിട്ടുള്ള ഒരു വാർത്തയിലേക്കാണ്. SCO ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി മോദിയും പ്രസിഡന്റ് ഷിയും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ധാരാളം കാര്യങ്ങൾ ചർച്ച ചെയ്യുകയുണ്ടായി. ഇന്ത്യയിലെ ചൈനീസ് കമ്പനികൾ ഉൾപ്പെടെ നിരവധി പദ്ധതികൾ വീണ്ടും ട്രാക്കിലേക്ക് വരുന്നു. ആണ് പ്രധാനപ്പെട്ട ഫോക്കസായി വരുന്നത്. ചൈന EVകളുടെ ആഗോള കേന്ദ്രമാണ്. ഇന്ത്യൻ കമ്പനികൾക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന സ്കെയിലബിൾ, താങ്ങാനാവുന്ന സാങ്കേതിക വിദ്യയാണ് ചൈന വാഗ്ദാനം ചെയ്യുന്നത്. ഇതുകൂടാതെ ധാരാളം കമ്പനികൾക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് അശോക് ലൈലൻഡ് ആൻഡ് CALBയുമായി ഒരു കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ട്. ബാറ്ററി നിർമ്മാണത്തിന് 25,000 കോടി രൂപ നിക്ഷേപിക്കും. ഒലക്ട്ര ഗ്രീൻടെക് മാർച്ചോടുകൂടി BYDയുമായി ഒരു കരാറിൽ ഏർപ്പെടാൻ സാധ്യതയുണ്ട്. ഹിന്ദുജ ഗ്രൂപ്പുമായി പറയുകയാണെങ്കിൽ തമിഴ്നാട്ടിൽ ബാറ്ററി പ്ലാന്റിനായി 7,500 കോടി രൂപ നിക്ഷേപിക്കാൻ പദ്ധതിയിടുന്നു. ഏതായാലും EV കമ്പനികളെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു വാർത്ത തന്നെയാണിത്. ഇന്നത്തെ പ്രധാനപ്പെട്ട കുറച്ച് സ്റ്റോക്ക് ന്യൂസുകളിലേക്കാണ്. ആദ്യം വേദാന്തയും ജയപ്രകാശ് അസോസിയേറ്റ്സുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. കടക്കണിയിലായ ജയപ്രകാശ് അസോസിയേറ്റ്സിനെ 17,000 കോടി രൂപയ്ക്ക് വാങ്ങാനുള്ള ബിഡ് അദാനി ഗ്രൂപ്പിനെ പരാജയപ്പെടുത്തി വേദാന്ത നേടി. ഇനി അദാനി ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയുണ്ട്. 2032 സാമ്പത്തിക വർഷത്തോടെ ഗ്രീൻ ആൻഡ് പവർ പ്രൊജക്റ്റുകളിലേക്ക് $60 ബില്യൺ നിക്ഷേപിക്കാൻ അദാനി ഗ്രൂപ്പ് പദ്ധതിയിടുന്നു. മറ്റൊരു കമ്പനി സൈഡസ് ലൈഫ് സയൻസ് ആണ്. US FDA വഡോദര പ്ലാന്റ് പരിശോധിക്കുകയുണ്ടായി. 4 നിരീക്ഷണങ്ങളാണ് നടത്തിയത്, പക്ഷേ ഗൗരവമുള്ളതല്ല. അടുത്ത ഓറോബിൻഡ ഫാർമയാണ്. US FDA തെലങ്കാന പ്ലാന്റ് പരിശോധിച്ചു. 8 നടപടിക്രമ നിരീക്ഷണങ്ങളാണ് പുറപ്പെടുവിച്ചത്. മറ്റൊരു കമ്പനി ഹുണ്ടായ് ഇന്ത്യയാണ്. GST നിരക്ക് കുറച്ചതിന് ശേഷം സെപ്റ്റംബർ 22 മുതൽ കാറുകളുടെ വിലയിൽ 2.4 ലക്ഷം രൂപ ഹുണ്ടായ് ഇന്ത്യ കുറച്ചിരിക്കുന്നു. അടുത്ത മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയാണ്. SUVകൾ, അതായത് താർ, സ്കോർപിയോ, XUV 700 തുടങ്ങിയ മോഡലുകളുടെ വില 1 മുതൽ 1.56 ലക്ഷം വരെ കമ്പനി കുറച്ചിരിക്കുന്നു. മറ്റൊരു കമ്പനി ടാറ്റ മോട്ടോഴ്സ് ആണ്. സെപ്റ്റംബർ 22 മുതൽ കാറുകളുടെയും SUVകളുടെയും വിലയിൽ 1.55 ലക്ഷം രൂപ വരെ കുറച്ചേക്കും എന്ന് കമ്പനി അറിയിച്ചിരിക്കുന്നു. മറ്റൊരു കമ്പനി PNB ഹൗസിംഗ് ഫിനാൻസ് ആണ്. NCD വഴി 5,000 കോടി രൂപ വരെ സമാഹരിക്കാൻ ബോർഡ് അംഗീകാരം നൽകി. ഇന്ന് F&O സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്ക് RBL ബാങ്ക് മാത്രമാണ്. ഇനി സ്റ്റുഡൻസിന് ആർക്കെങ്കിലും സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് കൂടുതലായിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ ബിഗിനേഴ്സിനായിട്ടുള്ള ഞങ്ങളുടെ സ്റ്റോക്ക് മാർക്കറ്റിന്റെ ബേസിക് കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇന്നിപ്പോൾ നമ്മളിവിടെ നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും ഒക്കെ കാര്യം പറയുമ്പോൾ നിഫ്റ്റി ഒരു കപ്പ് ആൻഡ് ഹാൻഡിൽ പാറ്റേൺ ഫോം ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോൾ ധാരാളം നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ പഠിക്കാനുള്ള ധാരാളം കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ചും പാറ്റേണുകളെ കുറിച്ച്, കാൻഡിലിനെ കുറിച്ച്, കാൻഡിൽ സ്റ്റിക്സിനെ കുറിച്ച്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ ബിഗിനേഴ്സിനായിട്ടുള്ള ബേസിക് കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. തൊട്ട് മുകളിലെ വാട്സപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് അയയ്ക്കുക. അടുത്തതായി FIDA ആക്ടിവിറ്റിയിലേക്കാണ്. FIS 1,305 കോടി രൂപയ്ക്കാണ്
വെള്ളിയാഴ്ച സെല്ല് ചെയ്ത്. DIS ആവട്ടെ 1821 കോടി രൂപയ്ക്ക് ബൈ ചെയ്തു. ഇന്നിപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഏഷ്യൻ മാർക്കറ്റുകളിലേക്ക്. ഏഷ്യൻ മാർക്കറ്റുകളെല്ലാം പോസിറ്റീവിൽ തന്നെയാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ജപ്പാൻ മാർക്കറ്റ് നിക്കി 1.86% നേട്ടത്തിൽ. സിംഗപ്പൂർ മാർക്കറ്റ് ഒരു മ്യൂട്ടഡ് അവസ്ഥയിലാണ്. ഹോങ്കോങ് മാർക്കറ്റ് 0.32% നേട്ടത്തിൽ. തായ്വാൻ മാർക്കറ്റ് 0.52% നേട്ടത്തിൽ. കോസ്പി മാർക്കറ്റ് 0.38% നേട്ടത്തിൽ. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 20 മിനിറ്റാണ്. ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് നിഫ്റ്റിയിൽ 24,917 എന്ന നിലയിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. 75 പോയിന്റ്സ് അപ്സൈഡിലാണുള്ളത്. ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് 65 പോയിന്റ്സിൻ്റെ ഒക്കെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിനാണ് ഇന്ന് നിഫ്റ്റിയിൽ സാധ്യത കാണുന്നത്. ഇന്ന് നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളിലേക്ക്. നിഫ്റ്റി വെള്ളിയാഴ്ച ക്ലോസ് ചെയ്യുന്നത് 24,741 6 പോയിന്റ്സ് ഉയർന്നാണ്. നിഫ്റ്റിയുടെ വീക്ക്ലി ചാർട്ട് പരിശോധിച്ച് കഴിഞ്ഞാൽ ഒരു കപ്പ് ആൻഡ് ഹാൻഡിൽ ഫോർമേഷനാണ് നിഫ്റ്റിയിൽ ഫോം ആവുന്നത് എന്ന് നമുക്ക് വീക്ക്ലി ചാർട്ടിൽ ഒരു പരിധി വരെ കാണാൻ കഴിയും. ഇപ്പോഴത്തെ ഡൗൺ സൈഡിലെ ഈ ഒരു സപ്പോർട്ട് സോൺ ബ്രേക്ക് ചെയ്തില്ലെങ്കിൽ ഒരു ഹാൻഡിൽ ഫോർമേഷൻ ആവാനുള്ള സാധ്യതയുണ്ട്. ഏതായാലും വരുന്ന ദിവസങ്ങളിൽ നമ്മൾ വാച്ച് ചെയ്യേണ്ടത് ഈ ഡൗൺ സൈഡിലെ ആ ഒരു സപ്പോർട്ട് സോൺ ബ്രേക്ക് ചെയ്യുന്നില്ലല്ലോ എന്ന് തന്നെയാണ്. അപ്സൈഡിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അപ്സൈഡിലെ ആ ഒരു റെസിസ്റ്റൻസ് ഏരിയ ബ്രേക്ക് ചെയ്യുന്നുണ്ടോ എന്ന് തന്നെയാണ്. അപ്സൈഡിൽ 25,000 പ്രധാനപ്പെട്ട ഒരു റെസിസ്റ്റൻസ് ഏരിയയാണ്. അടുത്തതായി ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം കോൾ സൈഡിലും പുട്ട് സൈഡിലും വന്ന വ്യത്യാസങ്ങളാണ്. ആദ്യം 24,700 സ്ട്രൈക്കിൽ 16% വർധനവ് പുട്ട് സൈഡിൽ കാണാം, ലോങ് ബിൽഡപ്പാണ്. എന്നാൽ കോൾ സൈഡിൽ 36% വർധനവ് ഒരു ഷോർട്ട് ബിൽഡപ്പാണ് കാണുന്നത്. 24,650 സ്ട്രൈക്കിൽ 61% വർധനവ് പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പ് തന്നെ. കോൾ സൈഡിൽ 107% വർധനവ് ഒരു ഷോർട്ട് ബിൽഡപ്പാണ് കാണുന്നത്. 24,750 സ്ട്രൈക്കിൽ 15% വർധനവ് പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പ്. കോൾ സൈഡിൽ 12% വർധനവ് ഒരു ഷോർട്ട് ബിൽഡപ്പും കാണാം. ഈ 3 സ്ട്രൈക്കും കമ്പയർ ചെയ്യുമ്പോൾ മാർക്കറ്റിനെ താഴേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ള കോൾ സെല്ലേഴ്സാണ് കുറച്ചുകൂടി ശക്തിയായി നിൽക്കുന്നത് എന്നാണ് കാണുന്നത്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 24,800-ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 24,700-ഉമാണ്. അടുത്തതായി ബാങ്ക് നിഫ്റ്റിയിലേക്ക്. 54,115-ൽ 39 പോയിന്റ്സ് ഉയർന്നാണ് ബാങ്ക് നിഫ്റ്റി വെള്ളിയാഴ്ച ക്ലോസ് ചെയ്യുന്നത്. ബാങ്ക് നിഫ്റ്റി നമ്മൾ പറഞ്ഞ ആ ക്രൂഷ്യലായിട്ടുള്ള സപ്പോർട്ട് സോണിൽ ടച്ച് ചെയ്തിട്ട് തന്നെയാണ് നിൽക്കുന്നത്. കഴിഞ്ഞ ആഴ്ച ക്ലോസ് ചെയ്തിരിക്കുന്നത് ആ സപ്പോർട്ട് സോണിലാണ്. സപ്പോർട്ട് സോൺ എന്ന് പറയുന്നത് 54,440 മുതൽ 53,880 വരെയുള്ള ആ ഒരു സോൺ തന്നെയാണ്. ഇനി ഒരു അപ്പ് മൂവ് വരികയാണെങ്കിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അപ്സൈഡിലെ ആ ഒരു സ്ലോപ്പിംഗ് ട്രെൻഡ് ലൈൻ തന്നെയാണ്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് മന്ത്ലി ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 54,500-ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 54,000-ഉമാണ്. ഇനി ഓണത്തിനോടനുബന്ധിച്ചിട്ടുള്ള ഓഫറിൽ ആർക്കെങ്കിലും ഇപ്പോഴും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് തൊട്ടുമുകളിലെ വാട്സപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് അയച്ച് ജോയിൻ ചെയ്യാവുന്നതാണ്. 3 മാസത്തേക്ക് നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ ഇപ്പോൾ വെറും 1,299 രൂപ മാത്രമാണ് ഫീസായിട്ട് വരുന്നത്. അതായത് 55% ഡിസ്കൗണ്ടോട് കൂടിയാണ് ഇപ്പോഴത്തെ ഈ ഓഫർ നിലനിൽക്കുന്നത്. ഇന്ന് ഇവിടെ നമ്മൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിന്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്, ഒരിക്കലും റെക്കമെൻഡേഷൻ അല്ല. നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഷെയർ ചെയ്യുന്നത്. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.